നമസ്കാരം. നമസ്കാരം. ധാരാളം മനസ്സിലായോ നിങ്ങക്ക്? കേരളം മറന്നു കാണില്ല ഈ മുഖം. നമ്മുടെ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ആടിന് വിറ്റ പൈസ നൽകിയ സുബൈദ ഉമ്മയാണ് നമ്മുടെ കൈരളി ന്യൂസിന് ഉള്ളത്. നമസ്കാരം ഉമ്മ. നിങ്ങക്ക് ഉമ്മക്ക് സന്തോഷമാണ് ഇപ്പൊ. സന്തോഷം നമ്മളോട് പങ്കുവെക്കാനാണ് ഈ കലോത്സവ വേദിയിൽ വന്നിരിക്കുന്നത്. ഉമ്മയ്ക്കൊന്ന് കലോത്സവം വന്നപ്പോ എല്ലാവരെയും കാണാം, കുട്ടികളെ കാണാന്നൊക്കെ പരിപാടിയൊക്കെ ഇച്ചിരി കാണാം. അതെ, പരിപാടിയൊക്കെ കാണാം. ആദ്യമായിട്ട് വന്നതാണ് ഉമ്മ. ഉമ്മയ്ക്ക് അങ്ങനെ ഉമ്മ നമ്മള് സംസാരിക്കാം. ഉമ്മ ഇപ്പൊ ആടിന് വിറ്റ പൈസ കൊടുത്തു കഴിഞ്ഞ് ഉമ്മ നാട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോ എല്ലാവർക്കും വലിയ സ്നേഹമാണ്. ഉമ്മ പോന്നു ആടിനെ വിറ്റ് പൈസ കൊണ്ട് കൊടുത്ത് ഉമ്മ പോന്നു. എല്ലാവർക്കും വലിയ സ്നേഹമാണ്. പിന്നെ ഇടയ്ക്ക് കുറെ പേരൊക്കെ ഉണ്ട്, അത് അങ്ങനെ ചെയ്തെന്തിനാ ഇങ്ങനെ ചെയ്തെന്തിനാന്നൊക്കെ ചോദ്യം ചെയ്യുന്ന കുറെ പേരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ അങ്ങ് തട്ടിക്കയറുമെന്ന് വെച്ചാൽ അത് എന്റെ ഇഷ്ടമാണ്, എന്റെ അവകാശമാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വയ്യും, നിങ്ങൾക്കും ചെയ്യാം. പക്ഷെ പിന്നെ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് എല്ലാരെയും കൂടെ അങ്ങ് പെട്ടെന്ന് ഇതായിട്ട് വരും. അതുപോലെ തന്നെ എന്റെ സഹോദരനാ മുഖ്യമന്ത്രി. എന്നെ സഹോദരനെ ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അന്ന് ഇന്ന് എപ്പോഴും ഇനി മരിക്കുന്നിടം വരെ അങ്ങനെ അതിനുള്ള ഒരു ചിന്ത എനിക്കുള്ളൂ. എല്ലാവരും ചോദിക്കും, ഉമ്മയുടെ സഹോദരൻ അവിടെ വന്നു, ഉമ്മയുടെ സഹോദരൻ ഇവിടെ വന്നു. എല്ലാരും എന്നെ പറയുന്നേ അങ്ങനെ. കൊല്ലത്ത് വന്നാലും കണ്ണപ്പള്ളി വന്നാലും ചവറ വന്നാലും എല്ലായിടവും പറയും. ഞാൻ പറയുമോ അതിനെന്ത്, എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ പോകുമല്ലോ, ഞാൻ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകും. ഒന്നുമില്ല, എല്ലാരുടെ അടുത്തും അങ്ങ് പറയും. എല്ലാവർക്കും വലിയ സ്നേഹമുള്ളവരും ഉണ്ട്, മുഖ്യമന്ത്രിനെ കണ്ട് സംസാരിച്ചായിരുന്നോ? അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാവോ? നേരിട്ട് സംസാരിക്കാനുള്ള ഇത് കിട്ടത്തില്ലല്ലോ മോളെ. ഒരുപാട് കൊല്ലത്ത് വന്നപ്പോ പോയി, കൊല്ലത്ത് 3-4 വട്ടം വന്നപ്പോ പോയി കണ്ട്. പിന്നെ ചവറയിൽ ഒരു ഉദ്ഘാടനത്തിന് വന്നായിരുന്നു. അപ്പൊ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അവിടെ പോയി കാണണം. അവിടെ ചെന്നപ്പോ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. അവിടെ ഒരു ബോട്ടിന്റെ ഉദ്ഘാടനത്തിന് വന്നതായിരുന്നു. അപ്പോഴ് ആ ബോട്ടിലെ സാറിന്റെ ഒരു ഇത് വേണമായിരുന്നു, എനിക്ക് അതിനകത്തോട്ട് കയറണമെങ്കിൽ. അപ്പൊ പോലീസുകാരും അവരും ഒക്കെ പറഞ്ഞു, മൈക്കകത്ത് കയറി പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം, ബോട്ട് ഉദ്യോഗസ്ഥന്റെ അനുവാദം വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ അതിന് ഞാൻ എന്തോ ചെയ്യും? ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല, ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാ. പിന്നെ ഒരു ഇത് ഷാള് മേടിച്ചോണ്ട് പോയായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇടാനുള്ള സൗകര്യം കിട്ടിയാൽ കയറി ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിന്റെ ഉദ്യോഗസ്ഥൻ ഒരു സാറുണ്ട്, അദ്ദേഹത്തെ കണ്ടാലേ നടക്കത്തുള്ളൂ, അല്ലാതെ നടക്കത്തില്ല. നമ്മൾ ശരി, കാണാൻ പറ്റുമെങ്കിൽ കയറിയാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. നേരെ ഒന്ന് കാണണമെന്നേ ഉള്ളൂ, ഷാളും ഒന്ന് ഇടണം, സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ എല്ലാവരും വന്ന് ഒരുപാട് സാറന്മാർ, ഒരുപാട് ഉദ്യോഗസ്ഥർ എല്ലാരും വന്ന് ഹായ് പറഞ്ഞു, എല്ലാവരും സലാം. എല്ലാവർക്കും അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മോളെ കിട്ടിയത്. എന്ന് വെച്ചാൽ വരുന്നവരും പോകുന്നവരും എല്ലാവർക്കും സ്നേഹമായിരുന്നു. അതുപോലായിരുന്നു തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയായിരുന്നു. അവിടെ ചെന്നപ്പം അന്ന് കാണാത്തതും സ്നേഹം പങ്കിടാത്ത ആൾക്കാരില്ല. അന്ന് ഇതുപോലെ മനസ്സ് നിറയെ സ്നേഹവും സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഈ ചവറയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ അടുത്ത് വലിയ സ്നേഹമായിരുന്നു. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ ഉടനെ അവരെന്നെ അവിടെ കൊണ്ടു ചെന്നിട്ടും അതേ ഇരുന്നതിന്റെ താഴെ തന്നെ എനിക്ക് കസേര കൊണ്ടിട്ട് ഇരുത്തി. വലിയ സ്നേഹമായിരുന്നു, സന്തോഷം. അതൊക്കെ കൊണ്ട് വലിയ മനസ്സ് നിറഞ്ഞുള്ള സ്നേഹവും. പിന്നെ കൊണ്ടുവന്ന് ഷാള് തിരിച്ചപ്പോ ഇത് എന്റെ കണക്കിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് എനിക്ക് ഇട്ട് തന്നു. പിന്നെ എവിടെ ചെന്നാലും, ഒരു റേഷൻ കടയിൽ ചെന്നാലും, ഒരു മരുന്ന് വാങ്ങിക്കുന്നിടത്ത് ചെന്നാലും ഇങ്ങനെയാ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ആളാണ്, ആരും ഒന്നും പറയല്ലേ, മുഖ്യമന്ത്രിയുടെ ആളാണ്. എല്ലാവരും അത് തന്നെ പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് കണ്ട്, ഇവിടെ മറ്റേ ഉണ്ടായിരുന്നല്ല വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം കണ്ട് വന്നു, കൂടെ നിന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വായിന്ന് വീണതും ഇത് തന്നെയോ മുഖ്യമന്ത്രിയുടെ ആണ്. കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഇനി വന്ന് കൊല്ലത്ത് വന്നപ്പോ കണ്ട്, ചവറയിൽ വന്നപ്പോ കണ്ട്. ഇനി എവിടെയെങ്കിലും ഇതുപോലെ ഒരു ദിവസം വരുമ്പോ തിരക്കില്ലാത്ത ദിവസം നോക്കി പോണം, കാണണം. കാര്യം കുറെ കൂടെ കഴിഞ്ഞാൽ ഇനി എവിടെയും പോയി കാണാനൊക്കത്തില്ല, നടക്കാനും വരാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് പിന്നെ വന്ന് ഇവരെല്ലാം ഒന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷവും. എവിടെ ഞാൻ പോകും, പ്രതീക്ഷയാണ്. നല്ല ഇതാണ്, നല്ല കാര്യം. രണ്ടാടിനെ വിറ്റ് കഴിഞ്ഞാൽ അതൊരു
ആറാടായി തിരിച്ചു തരിക എന്ന് പറയുന്ന പോലെ അതെ. സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. നമ്മുടെ ഒപ്പം നിൽക്കുക. എല്ലാവരുമായിട്ട് ഞാൻ പറയും, എല്ലാവരുടെ അടുത്തും പറയും. ഇപ്പം അന്ന് നമ്മുടെ ഇടുക്കിയിലെ കുട്ടി കർഷകര് പശുക്കൾ ചത്തുപോയ വാർത്ത നമ്മളെല്ലാരും കണ്ടു. അപ്പൊ തന്നെ മന്ത്രി അവിടെ എത്തി കാര്യങ്ങൾ വേണ്ടുന്ന ചെയ്തു. അപ്പൊ കാര്യങ്ങളെല്ലാം ഉമ്മയ്ക്ക് അത് ഓർമ്മ വന്നല്ലോ. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. അവർക്കത് വന്നല്ലോ, കൊടുത്തല്ലോ, എല്ലാവരും വന്ന് കണ്ടല്ലോ. പിന്നെ ഇവര് സിനിമാക്കാരൊക്കെ പൈസ കൊണ്ടേ കൊടുത്തു. സർക്കാര് ഓടി വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വരികയാണ് സർക്കാര്. അപ്പൊ അതെല്ലാം കൊണ്ട് അതൊക്കെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും കൊച്ചുങ്ങള്, ഇത്രയും ആടുകള് പശുക്കള് ചത്തുപോയല്ലേ, പശുവിനെ വാങ്ങിക്കാൻ കാശ് കൊടുക്കാനില്ലല്ലേ, അവർക്ക് ഒരു ചാക്ക് പുണ്ണാക്കെങ്കിലും മേടിച്ചു കൊടുക്കാം, പശുക്കൾക്ക് കൊടുക്കാം. ഇപ്പൊ എന്റെ കയ്യിലെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലായിരുന്നു, ആരോടെയും പറയത്തില്ല എന്നാണ് ചേട്ടാ. ഈ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇച്ചിരി അല്ല, ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു സഹോദരൻ സുഖമില്ലാത്തതുകൊണ്ട്, പിന്നെ പാപ്പയ്ക്ക് സുഖമില്ലാത്ത, പിന്നെ കച്ചവടം ഉണ്ട്, ചായക്കട ഉണ്ട്, ഒരു ചായയും ഒരു പൊരിപ്പ് വിൽക്കുന്ന കടയിൽ അതിന് വേണ്ടിയുള്ള വരവില്ലല്ലോ മകളെ. ഇപ്പൊ പിന്നെ അതിൽ നിന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഒരു 5000 രൂപ കുറഞ്ഞ് ഇവിടുന്ന് അവിടം വരെ എത്തിക്കുന്നത് എങ്ങനാ? 5000 രൂപ കൊടുത്താൽ ഒരു ചാക്ക് പുണ്ണാക്ക് വാങ്ങിക്കാം, അവർക്ക് ഒരു നേരം കൊടുക്കാനുള്ള. അങ്ങനെ മനസ്സ് തോന്നി മക്കളെ, ഇല്ലാതായി പോയി. പിന്നെ ഇന്ന് ഇവിടെ ഒന്ന് വരണമെന്ന് ഇന്നലെ വിചാരിച്ചില്ല, ഇന്ന് രാവിലെയാ വിചാരിച്ചത്. കലോത്സവത്തിൽ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാ. പിന്നെ അടുത്തൊരു പാല് കാച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന് പാല് കാച്ചി വീട്ടിൽ കയറി പാല് കാച്ചി അവിടുന്ന് ഒരു ഗ്ലാസ് പായസം തന്നു, അതും കുടിച്ചും വെച്ച് നേരെ വിചാരിച്ചെന്നാ ഇന്ന് ഇവിടെ ഒന്ന് പൊയ്ക്കളഞ്ഞാലെന്താ, ഒന്ന് ചെറുതായിട്ട് കണ്ടിട്ട് വേഗം ഇനി വരാം. മത്സരങ്ങൾ എന്തെങ്കിലും ഉമ്മ കണ്ടോ? അങ്ങനെ വന്ന് കണ്ട്, മോഹിനിയാട്ടം കണ്ട്, കുറച്ചു നേരം കണ്ട്. അന്നേരം പിന്നെ അവിടെ എന്തോ വേറെ തടസ്സം വന്നോണ്ട് അന്നേരം അത് നിർത്തിയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ ശിവൻകുട്ടി മന്ത്രിനെ കണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തര് കണ്ട് വിളിച്ച് ഇങ്ങോട്ട് പോയിരുന്നു, ഇവിടം വരെ എത്തിയത്. ഇത്ര നേരം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സുബൈദുമ്മയാണ്. സുബൈദുമ്മയുടെ സന്തോഷവും കലോത്സവത്തിന്റെ വിശേഷങ്ങളും എല്ലാം നമ്മളോട് പങ്കുവെച്ചത്. എനിക്ക് സന്തോഷം മാത്രമേ പറയാനുള്ളൂ. സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും കേരളത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചും എല്ലാം ഉമ്മയ്ക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഉമ്മ ഒരുപാട് സന്തോഷത്തിലാണ്, ഒപ്പം കൈരളി ന്യൂസും സന്തോഷത്തിലാണ്. നന്ദി.